ആറളം പുനരധിവാസ മേഖലയിലെ ആദിവാസികൾക്കായി നൽകിയ ഭൂമി പിടിച്ചെടുക്കുവാനുള്ള നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് മുന്നേറ്റ സമിതിയുടെയും ആദിവാസി ഗോത്ര ജനസഭയുടെയും നേതൃത്വത്തിൽ നാളെ കളക്ടറേറ്റ് മാർച്ച് നടത്തും. ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ ആദിവാസി പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെച്ച ഭൂമി പിടിച്ചെടുക്കാനുള്ള വനംവകുപ്പിന്റെ ശ്രമം ഉപേക്ഷിക്കുക, ആറളം ഫ്രെയിം ആദിവാസി ഭൂമി കുത്തക പാട്ടത്തിന് നൽകുന്ന നടപടി നിർത്തിവെക്കുക, ആറളം ഫാം ആദിവാസി സ്വയംഭരണ മേഖലയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെയും ആദിവാസി ഗോത്ര ജനസഭയുടെയും നേതൃത്വത്തിൽ നാളെ കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. മുഴുവൻ ഭൂമിയും ആദിവാസികൾക്ക് പതിച്ചു നൽകാം എന്നായിരുന്നു വ്യവസ്ഥയെന്നും ഇത് പാലിക്കാതെ കുത്തക മുതലാളിമാർക്ക് പാട്ടത്തിന് നൽകാനുള്ള സർക്കാർ തീരുമാനം തികച്ചും ആദിവാസി വിരുദ്ധമാണെന്നും ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു. ഫാമിലെ ഏറ്റവും കാതലായ 1 മുതൽ 6 വരെയും 8ാം ബ്ലോക്കും ഫാമായി നിലനിർത്താനും ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ലാഭവും ആദിവാസികളുടെ ക്ഷേമ വികസനത്തിന് വിനിയോഗിക്കാമെന്നുള്ളതായിരുന്നു ധാരണ. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഈ കാലം എത്രയും ആദിവാസികളുടെ വീട് വെക്കാനും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്ന പണം ഈ ഫാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കൈമാറിക്കൊടുത്തു എന്ന് വെച്ചാൽ ഇതിനെക്കൊണ്ട് ഒരു പ്രയോജനവും അവിടെ താമസിക്കുന്ന ആദിവാസികൾക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഫാമിലെ നല്ലൊരു ഭാഗം ഭൂമി കുത്തക പാട്ടത്തിന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് നൽകാനുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് തീർത്തും ആദിവാസി വിരുദ്ധവും ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്ന ആ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ആദിവാസി പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലാണ്. ഇതിൻ്റെ തുടക്കമെന്ന രീതിയിൽ ഈ വരുന്ന 11-ാം തീയതി കണ്ണൂർ കളക്ടറേറ്റ് പടിക്കൽ ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയും ആദിവാസി ഗോത്ര ജനസഭയുടെ നേതൃത്വത്തിൽ ധർണ നടക്കുന്നു. ആദിവാസികളുടെ പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഭൂമിയെ അന്യാധീനപ്പെടുത്താൻ സർക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നു. അതിന് വനം വകുപ്പിൻ്റെയും ഫാമിലെ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഭരണനേതൃത്വവും അതിനുവേണ്ടി തയ്യാറാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ആദിവാസികൾ പ്രക്ഷോഭ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പ്.